ഇന്ന് കാശി ഡേ 2 ആണ്. ഇന്നത്തെ ദിവസം നമ്മൾ തുടങ്ങുന്നത് കാശി വിശ്വനാഥ ക്ഷേത്രത്തിലെ ഒരു സ്പെഷ്യൽ ദർശനത്തോടു കൂടിയിട്ടാണ്, VIP ദർശനം. അതെന്താണെന്ന് വെച്ചാൽ നമുക്ക് സൗത്ത് ഇന്ത്യയിലെ പോലെയല്ല, ഗർഭഗൃഹത്തിനുള്ളിൽ കയറി ഭഗവാനെ തൊട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. അപ്പോൾ അതൊരു സ്പെഷ്യലായിട്ടുള്ളൊരു ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഈ കാണുന്ന ബിൽഡിംഗ് ഒക്കെ പുതുതായിട്ട് വന്നതാണ് കേട്ടോ. ഒരു 2 വർഷമായിട്ടുള്ളൂ. കാശി വിശ്വനാഥ് കോറിഡോർ എന്ന് പറഞ്ഞ ഒരു പ്രൊജക്റ്റിൻ്റെ ഭാഗമായിട്ട് പഴയ കാര്യങ്ങളൊക്കെ കുറേ മാറ്റി പുതിയതായിട്ട് വന്ന ഒരു ക്ലീൻ ആയിട്ടുള്ള ഒരു ടൂറിസ്റ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു സെറ്റപ്പാണ് ഈ കാണുന്നത്. ഇതാണ് വികാസ്, നമ്മുടെ ട്രാവൽ ഗൈഡാണ്. പുള്ളി രാവിലത്തെ ദർശനത്തിന് ശേഷം പറഞ്ഞു ഇതിനടുത്ത് തന്നെ ഒരു കാൽ ഭൈരവ് ക്ഷേത്രമുണ്ട്. ചെറിയ ക്ഷേത്രമാണ്, പക്ഷേ ഭയങ്കര ഫേമസ് ആയിട്ടുള്ളതാണ്. അങ്ങോട്ടേക്ക് പോകാമെന്ന് പറഞ്ഞാൽ നമ്മളെ കുറേ ഗലികളിലൂടെ കൂട്ടിക്കൊണ്ടു പോവാണ്. അവിടെയും ഈ പറഞ്ഞ പോലെ വീഡിയോ അലൗഡല്ല, അതുകൊണ്ട് ക്ഷേത്രം കാണിച്ചുകൂടാ, പക്ഷെ പോകുന്ന വഴി നിങ്ങൾക്ക് കാണാം. ഇവിടെ മൊത്തം ഇങ്ങനെയാണ് കേട്ടോ, ചെറിയ ചെറിയ ഇടവഴികളാണ്. നമുക്ക് ഇതിൽ കൂടെ എത്ര ദൂരം വേണമെങ്കിൽ പോകാം, കാരണം ഒരാൾക്ക് നടക്കാനുള്ള വഴി ഉണ്ടാവുള്ളൂ. ഇതേപോലെ നടക്കണം. ഞങ്ങളിപ്പോൾ രാവിലെ എണീറ്റ് കാശി വിശ്വനാഥ ടെമ്പിളിൽ പോയി, പക്ഷെ അവിടെ ഒന്നും ഷൂട്ടിങ് അലൗഡല്ല. അവിടെ പോയി അവിടുത്തെ സ്വയംഭൂവായിട്ടുള്ളതാണ് അവിടുത്തെ ശിവലിംഗം. അതിൻ്റെ കോവിലിനകത്ത് വരെ നമുക്ക് കയറാം. ആ ശ്രീകോവിലിനകത്ത് കയറി ആ ശിവലിംഗത്തിനൊക്കെ നമ്മൾ തൊട്ടു. അത് കഴിഞ്ഞ് ആ പ്രാർത്ഥന കഴിഞ്ഞ് നമ്മൾ പുറത്തിറങ്ങിയപ്പോൾ അടുത്തൊരു ടെമ്പിളിലോട്ട് പോയി. അവിടെയും ഷൂട്ടിംഗ് പെർമിറ്റഡ് അല്ല. അപ്പോൾ അത് കഴിഞ്ഞിട്ടിപ്പോൾ നമ്മൾ ഇറങ്ങാനായിട്ട് നേരെ കാറിൻ്റെ അടുത്തേക്ക് പോവാണ്. ഹലോ, ചെറിയ വഴികളും റിയൽ കാശിയുടെ അവസ്ഥ. പക്ഷെ ഇതാണ് ഇതിൻ്റെ ബ്യൂട്ടി. ഒരുപാട് വൈഡ് റോഡ്സൊന്നും ഇവിടെ ആവശ്യമില്ല. ഇത് ചെറിയ ചെറിയ റോഡുകളും, പക്ഷെ ഒന്ന് പറയാം, നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആട്ടോ. എല്ലാവരും ഇങ്ങനെ നല്ല രീതിയിൽ രാവിലെ തന്നെ ക്ലീനിങ്ങിലാണ്. അത്യാവശ്യം നല്ല റോഡൊക്കെ നല്ല ക്ലീനാണ്. പിന്നെ ചാണകം ഉണ്ടാവും റോട്ടിൽ, അതൊന്ന് സൂക്ഷിച്ച് നടന്നാൽ മതി കേട്ടോ. ഞങ്ങൾ തന്നെ ഇപ്പോൾ വഴി തെറ്റി. ഒരു വഴി തെറ്റിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വേറെ എവിടെയെങ്കിലായിരിക്കും പോയി കയറുക. പിന്നെ തിരിച്ചവിടെ കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞാൽ എളുപ്പമല്ല. നിങ്ങൾക്ക് എന്താ വേണ്ട, അമൂലാണോ? മണി എന്ന് പറഞ്ഞ അമൂലാണോ? അല്ല, ദേശി. ഈ കാണുന്നത് കേട്ടോ നമ്മുടെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ്. ലക്ഷ്മി ബ്രെഡ്സ് എന്ന് പറഞ്ഞ് വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു കടയുണ്ട്. ഒരു ചെറിയ കടയാണ്. അവിടെ 2 ടൈപ്പ് ബ്രെഡ് ടോസ്റ്റ് കിട്ടും. ഒന്ന് അമുൽ ഘീയിലുള്ളത്, ഒന്ന് ദേശി ഘീയിലുള്ളത്. അത് രണ്ടും നമ്മൾ ഓരോരുത്തരായിട്ട് ട്രൈ ചെയ്തു. ചെറിയൊരു പേടിയില്ലാതില്ല, എന്നാലും ആയിക്കോട്ടെ എന്ന് കരുതിയിട്ട് അങ്ങനെ ട്രൈ ചെയ്തതാണ്. ലക്ഷ്മി ജി പ്രസാദ് അപ്പോൾ നമ്മൾ ഇവിടുത്തെ ഫേമസ് ആയിട്ടുള്ള മലയ്യോ എന്ന് പറയുന്നൊരു മിൽക്കിൻ്റെ ഒരു സാധനമാണ് കഴിക്കുന്നത്. സ്ട്രീറ്റ് ഫുഡാണ്, കുറച്ച് ഡേഞ്ചറാണ്, എന്നാലും ട്രൈ ചെയ്യാതെ വേറെ നിർത്തിയില്ല. മുത്തുജി कैसा है മലയ്യോ? മലയോ നല്ല ടേസ്റ്റാണോ? അടിപൊളി. ഫുള്ളി ആസ്മാൻ. दो बजे छोड़ेंगे ना, विक्रमा बड़ा आगे बढ़ा. അപ്പോൾ നമ്മളെ ഇവിടുന്ന് 2 മണിക്കൂർ പോയാലും പ്രയാഗ്രാജ് എത്തും. പ്രയാഗ്രാജിൽ കഴിഞ്ഞാൽ അവിടെ മറ്റേ ഒരു സംഗമസ്ഥാനമുണ്ട്, ഗംഗാ ജമുന സരസ്വതി സംഗമസ്ഥാനം. അവിടെ സ്നാനം ചെയ്ത് കഴിഞ്ഞാൽ പുണ്യം കിട്ടുമെന്ന് പറഞ്ഞത്. അപ്പോൾ അവിടേക്ക് നമ്മുടെ ഗൈഡ് നമ്മളെ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മളിപ്പോൾ ഒരു കൺഫ്യൂഷനിലാണ്, ഇന്ന് അവിടെ പോകണോ തിരിച്ചു വരണോ എന്നുള്ളത്. കാരണം ഇന്നവിടെ പോയി കഴിഞ്ഞാൽ വൈകുന്നേരം 5 മണിയാകുമ്പോൾ വന്നേ പറ്റൂ, എന്നാലേ നമുക്ക് ആരതി കാണാൻ പറ്റുള്ളൂ, ഗംഗാരതി. അപ്പോൾ അല്ലാന്നുണ്ടെങ്കിൽ ഇന്ന് സിറ്റി ടൂർ ആക്കിയിട്ട് നാളെ പ്രയാഗ്രാജ്. അപ്പോൾ നമ്മളത് ഭയങ്കര കൂലങ്കഷമായിട്ട് ഇങ്ങനെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതെ, എന്തായാലും മറ്റേ നമ്മൾ കഴിച്ച സാധനം മലയോ കഴിച്ചു, പിന്നെ ബ്രെഡിൻ്റെ ഒരു ഐറ്റം കഴിച്ചു. അപ്പം മിക്കവാറും ഒരു അരമണിക്കൂർ വെയിറ്റ് ചെയ്താലേ അതിൻ്റെ റിസൾട്ട് അറിയുള്ളൂ. അതുകൊണ്ട് ആ റിസൾട്ട് കൂടി വന്നിട്ട് വേണം പ്രയാഗി പോണോ അതോ ലോഞ്ചിൽ പോണോ തീരുമാനിക്കാൻ. ഓക്കെ, ഒരു ലോഞ്ചേ ഉള്ളൂ. അതെ, ആകെ ഒറ്റ ലോഞ്ചേ ഉള്ളൂ, 5 ആൾക്ക് കൂടിയിട്ട്.
വരുന്നിടത്ത് വെച്ച് കാണാം. ഞാൻ അപ്പൊ മറ്റേ ഐറ്റത്തിന് ഒരു അരമണിക്കൂർ കൊടുക്കാം, അല്ലെങ്കിൽ പ്രയാഗ്രാജ് ഓൺ ദ വേ പണി കിട്ടും. രാജേഷ് ഡോക്ടർ സാധാരണ ഇങ്ങനത്തെ സ്ഥലത്തൊന്നും ഒരിക്കലും കഴിക്കാത്തതാണ്. ഫാമിലിയോട് കൂടെ പോയാൽ പോലും പുള്ളി കഴിക്കാണ്ടിരിക്കും. അങ്ങനെ ആളെ നമ്മൾ നിർബന്ധിച്ച് കഴിപ്പിച്ചിട്ട് പുള്ളി അതിന്റെ മിൽക്ക് മാത്രം മേടിച്ച് കുടിക്കുകയും ചെയ്തു. അത് പുള്ളി നമ്മളെ കൊണ്ട് കുടിപ്പിക്കുകയും ചെയ്തു. ഞാൻ കുടിച്ചില്ല, ഞാൻ ജസ്റ്റ് എസ്കേപ്പ്. പുള്ളി ഒഴിവായി. ഷവറിന്റെ കാര്യമില്ല, മലയോ കഴിച്ചല്ലോ. ഞാൻ അരമണിക്കൂർ എനിക്ക് ടെൻഷനുണ്ട്. ഇതാണ് കേട്ടോ നമ്മുടെ താമസ സ്ഥലത്തിന്റെ ബാക്ക് സൈഡിൽ വ്യൂ. ഇത്തരത്തിലുള്ള ചെറിയ ചെറിയ വീടുകളല്ല, ഒക്കെ ആൾത്താമസമാണ്. അപ്പൊ താഴെ കണ്ടോ ഒരു നടക്കാനുള്ളൊരു വഴി മാത്രമേ ഉള്ളൂ. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ ഇന്നിപ്പോൾ രണ്ടാമത്തെ ദിവസമാണ്. രാവിലെ നമ്മൾ പോയി കാൽ ഭൈരവ് ക്ഷേത്രം, പിന്നെ സോമനാഥ് ക്ഷേത്രം, അവിടെയൊക്കെ പോയിട്ട് ദർശനം കഴിഞ്ഞ് വന്നു. മലയ്യോ കഴിച്ചു, പിന്നെ ഫേമസ് ആയിട്ടുള്ള ബ്രെഡ് ടോസ്റ്റ് കഴിച്ചു ലക്ഷ്മി ബേക്കേഴ്സിൽ നിന്ന്. അപ്പോൾ അത് കഴിഞ്ഞ് രാവിലെ നമ്മൾ പെട്ടെന്ന് നേരത്തെ പറഞ്ഞ പോലെ ഒരു തീരുമാനം എടുത്തു, പ്രയാഗ്രാജിലോട്ട് പോവാം. ഇവിടുന്ന് 2 മണിക്കൂറേ ഉള്ളൂ പ്രയാഗ്രാജിലോട്ട്. പ്രയാഗ്രാജിൽ പോയി അവിടെ സംഗമസ്ഥാനമുണ്ട്. ഏതൊക്കെ നദികളാണ്? ഗംഗ, യമുന, സരസ്വതി എക്സിസ്റ്റന്റ് അല്ല, ഗംഗ ജമുന ഉണ്ട്. അതിന്റെ ഡീറ്റെയിൽസ് നമ്മുടെ ഡോക്ടർക്ക് അറിയാം. പക്ഷെ അവിടെ സംഗമസ്ഥലത്ത് ഒരു ഹോളി പ്ലേസ് ആണ്. അവിടെ പോയി മുങ്ങി കുളിക്കലൊക്കെ ഉണ്ട്. നമ്മൾ കുളിക്കുന്നൊന്നുമില്ല, എന്നാലും പോയി ആ സിറ്റിയൊക്കെ ഒന്ന് കണ്ട് തിരിച്ച് വൈകുന്നേരം ഒരു 5 മണിയാകുമ്പോൾ തിരിച്ചു ഇവിടെ വന്നു കഴിഞ്ഞാൽ ആരതിക്കുള്ള സമയമാവും. അതിന് മുന്നേ നമുക്ക് തിരിച്ചു വരണം. 6:15 ആരതി. അപ്പം 5 മണിയാകുമ്പോൾ നമ്മൾ തിരിച്ചെത്തുന്നതാണ് നമ്മുടെ സമയം 8:30 ആയിട്ടുള്ളൂ കേട്ടോ. 8:30 ആയിട്ടുള്ളൂ. അപ്പോൾ അതാണ് ഇന്നത്തെ പ്ലാൻ. ബാക്കി അവിടെ വിഷ്വൽസ് കാണിക്കും. ഓക്കെ. അപ്പോൾ വാരണസിയിൽ നിന്ന് ഒരു 2.5 മണിക്കൂർ ട്രാവൽ ചെയ്തിട്ട് നമ്മൾ പ്രയാഗ്രാജിലെത്തി. ഇവിടെയാണ് നമ്മുടെ ഫേമസ് ആയിട്ടുള്ള കുംഭമേളയൊക്കെ നടക്കുന്നത്. ഭയങ്കര ഗ്രാൻഡ് സ്കെയിലുള്ള സ്ഥലമാണ് കേട്ടോ. ഇവിടെയാണ് കേട്ടോ ഈ സംഗമം. മറ്റേ ഗംഗ, യമുന, സരസ്വതിയുടെ സംഗമം വരുന്ന സ്ഥലമാണ് ഇവിടെ. ഇവിടെ നമുക്ക് ബോട്ട് യാത്രയൊക്കെ ചെയ്യാൻ പറ്റും. ഒരുപാട് ബോട്ട് ഇങ്ങനെ പാർക്ക് ചെയ്തിട്ടുണ്ട് കണ്ടോ. അതിൻ്റെ ബാക്കിലൊരു വലിയൊരു കോട്ടയുണ്ട് കേട്ടോ. അത് ഇപ്പോൾ മിലിറ്ററിയുടെ കൺട്രോളിൽ എന്തോ ആണ്. അതിപ്പോൾ പബ്ലിക്കിന് ഓപ്പൺ അല്ല. ഇത് കണ്ടോ, നോക്കി. आपका कौन सा बोट है? हैंड बोट है सर, हैंड बोट है ना. हमें के लिए एक ही बोट. ये हॉस्पिटल वाला है. ഈ സംഗമം ഉണ്ടല്ലോ, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഗംഗ, യമുന, സരസ്വതി സംഗമം. അത് ഇവിടുന്ന് കുറച്ച് ദൂരം അകലെയാട്ടോ. അത് ഇവിടുന്ന് എന്തോ ഈ പറഞ്ഞ പോലെ ബോട്ടിലെന്തോ പോയിട്ട് വേണം നമ്മൾ ഈ സംഗമം കാണാനായിട്ട്. അപ്പോൾ അതിൻ്റെ ബാർഗെയിനിങ് വിക്രമൻ അവിടെ പോയി നടത്തുന്നുണ്ട് ബോട്ടിൻ്റെ. അപ്പോൾ അത് നടക്കട്ടെ. സംഭവം സെറ്റാവുകയാണെങ്കിൽ നമുക്ക് ബോട്ടിലൊന്ന് പോയിട്ട് ആ സംഗമ സ്ഥലത്ത് വരെ എത്താം. അവസാനം സംഗമം കാണാനായിട്ടൊരു ബോട്ട് ഒപ്പിച്ചു കേട്ടോ. ബോട്ട് പുറത്തിറക്കാനായിട്ട് നമ്മുടെ ചെക്കൻ കഷ്ടപ്പെടുകയാണ്. അതല്ലേ സംഭവം. ബോട്ട് എനിക്ക് അവിടെ പുറത്തിറങ്ങുമ്പോഴേക്കും പൊളിയുന്നുണ്ട്. അതുപോലത്തെ ഇടിച്ചിടിച്ചിറക്കണേ. പക്ഷേ എന്തൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, എന്താണ് ദിലീപിന് ഒരു ഗ്യാഗ് കൊടുത്തിട്ടുണ്ടായിരുന്നു. ദിലീപിന് നമ്മളൊരു ഗ്യാഗ് കൊടുത്തു. ദിലീപ് പുത്തു ഓക്കെ, പബ്ലിക്കായിട്ട് ചിരിക്കാൻ പാടില്ല. ചിരിക്കാതെ കാര്യമില്ല. ഞാൻ എന്റെ പേടി മറക്കാൻ വേണ്ടി ചിരിക്കണെന്ന് ഇവർക്ക് അറിയില്ലല്ലോ. ഒന്നും വേണ്ട കൂട്ടാ. मालूम है हिंदी हिंदी जानता है आप बोलिए. जमुना जी है ये यमुना है. जो आपको ये अक्षयवट दिख रहा है, ये सामने देखो, ये अक्षयवट.
और सीता मैया का कुंड है। अच्छा वो वाला यहाँ 3 नदी है, गंगा, यमुना, सरस्वती। सरस्वती कहाँ पे आते हैं? है नहीं ना, संकल्प ये है ना, जो आपको ये कोट दिख रहा है ना, इसका कुंड बना सरस्वती माता का। कुंड बना था। वो आके वहाँ पे लुप्त हो गया है। 3 नदी है, गंगा, यमुना, सरस्वती। उनके नाम से यहाँ दूध, फूल, नारियल डाल के जल का छिड़का करते हैं। नारियल लिया हो नहीं है, मुझे तो संगम देखना है बस। उनके नाम से यहाँ त्रिवेणी संगम 3 नारियल डाल के जल का छिड़का के वापस से स्नान करना, स्नान के लीजिए, नहीं स्नान करना नहीं करना है, बस देखना है बस। ये स्नान करने का कितना पानी है? बहुत डेप्थ है? ये कमर तक है। कमर तक है। अच्छा, ये कुളിക്കുന്ന ഞാൻ 5 കുളിക്കില്ല. फीट 3 फीट ऐसा है। ഇവൻ നമുക്ക് നീന്തൽ അറിയുമെന്നും മുൻകൂട്ടി വിചാരിച്ചിട്ട് പുഴയിലേക്ക് ചാടാൻ പറയണമെന്ന് അറിയില്ലല്ലോ. വെള്ളം കൂടുതലാണെങ്കിൽ ചിരിക്കില്ല മാസ്ക് തൊട്ട്. ഇപ്പം നമ്മൾ ഏകദേശം ആ സംഗമ സ്ഥലത്തോട്ട് എത്തിയിട്ടോ. ഇപ്പോൾ ഇവർ പറയുന്നത് ഈ താഴെ കാണുന്നത് യമുനാ നദിയാണ്. അതിൻ്റെ വെള്ളം ഒരു ഗ്രീൻ കളറും അപ്പുറത്ത് വരുന്ന ഗംഗാ നദിയുടെ എന്താ കോപ്പർ കളറുണ്ടല്ലോ, ഒരു മഡി കളർ, അതന്നെ ഒരു കോപ്പറിൻ്റെ ഒരു കണ്ടന്റ് ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ യമുനാ നദി ഇവിടെ വന്ന് ഈ ഗംഗാ നദിയിലോട്ട് പോയി ലയിക്കുകയാണ്. അപ്പോൾ നമ്മൾ ആ ജംഗ്ഷനിലോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ ഒരു പ്ലാറ്റ്ഫോം പോലെ കെട്ടിയുണ്ടാക്കിയിട്ടുണ്ടോ. വേണമെങ്കിൽ നമുക്ക് അവിടെ നിന്ന് പോയി നിന്നിട്ട് ഈ സംഗമ സ്ഥലത്ത് കുളിക്കാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്, സ്നാനം ചെയ്യാനുള്ളത്. എത്ര അര വരെ എന്തോ വെള്ളമുള്ളൂ എന്നാണ് പറഞ്ഞത് അവിടെ. പക്ഷെ നമ്മൾ ആ പരിപാടിക്ക് നിൽക്കുന്നില്ല, നമുക്ക് ജസ്റ്റ് ഒന്ന് റൗണ്ട് അടിച്ച് കണ്ടിട്ട് പോവാം. ഇത് കണ്ടോ, ഇവിടെ ഉണ്ടല്ലോ ഈ ഒഴുകി വരുന്നതാണ് ഗംഗാ നദി. അതിന് വെള്ളത്തിന് നല്ല സ്പീഡാണ്. പക്ഷെ ഇവിടെ യമുനാ നദിയുടെ വെള്ളം വളരെ സ്ലോ ആണ്. അപ്പോൾ നമ്മൾ ഈ സംഗമ സ്ഥലത്ത് നിന്ന് ബോട്ടിൽ കുറച്ച് വെള്ളം എടുക്കുന്നുണ്ട്. അത് പൂജാ റൂമിലൊക്കെ വെച്ചാൽ നല്ലതാണെന്നാണ് എല്ലാവരും പറയുന്നത്. എന്തായാലും നമുക്ക് വെള്ളം ഇവിടെ നിന്ന് കളക്ട് ചെയ്യാം. അങ്ങനെ നമ്മൾ ഈ സംഗമ സ്ഥലത്ത് നിന്നും വെള്ളം കളക്ട് ചെയ്ത് കഴിഞ്ഞു. 2 ബോട്ടിൽ കളക്ട് ചെയ്തിട്ടുണ്ട്. 2 ബോട്ടിൽ ഇനി ഇവിടെ കിട്ടാനുണ്ട്. ബോട്ടിൽ 2 ഫുൾ ബോട്ടിലുണ്ട്. അത് പുള്ളിക്കാരൻ പറഞ്ഞു അതെടുത്തിട്ട് നമ്മൾ കുളിക്കാനായിട്ട് പ്ലാൻ ഉണ്ടെന്ന് ചോദിച്ചു. അപ്പോൾ നമ്മൾ ഇല്ലയെന്ന് പറഞ്ഞപ്പോൾ പുള്ളി പറഞ്ഞു ഞാൻ വെള്ളം എടുത്തിട്ട് തലയിൽ തളിക്കാൻ പറഞ്ഞു. നമ്മൾ വെള്ളം എടുത്ത് നമ്മൾ തലയിൽ തളിച്ചു. കുളിച്ച പോലെ ആയി, കുളിച്ചതുപോലെ വരുത്തി തീർത്തു എന്ന് പറയാം. അത്രേ ഉള്ളൂ. അപ്പോൾ ഭയങ്കര തിരക്കാണ് ഇവിടെ. പിന്നെ നല്ല വെള്ളത്തിന് നല്ല തണുപ്പാട്ടോ. നമുക്ക് എന്നാൽ പതുക്കെ തിരിച്ചു പോകാം അല്ലേ? കറക്റ്റ്. ഓക്കെ. ഇവിടെ ഉണ്ടല്ലോ ഇങ്ങനെ ഒരു തരം ബേർഡ് ഉണ്ട് കേട്ടോ ഈ വെള്ളത്തിൽ കൂടെ പോകുന്നത്. അത് ഈ പുഴ നിറച്ച് ഈ പക്ഷിയാണ്. ഇവിടെ ചെറിയ ചെറിയ വഞ്ചിയില ഈ ബേർഡിന് തീറ്റ കൊടുക്കാനുള്ള മിക്സറും അങ്ങനെ എന്തൊക്കെയോ സാധനങ്ങൾ സെയിൽ ചെയ്യാനായിട്ട് വരും. ശരിക്കും ഒരു താറാവിൻ്റെ ഒരു മിനിയേച്ചർ രൂപമാണ്. കാണാൻ നല്ല ഭംഗിയുണ്ട്. ഇവിടെ ഫുൾ അതാണ്, ഈ പുഴ നിറയെ ഈ ബേർഡാണ്. ഈ ബോട്ട് ഉണ്ടല്ലോ കരയ്ക്ക് അടുപ്പിക്കുന്നതാണ് ഒരു വലിയ ടാസ്ക്. കാരണം കുറേ ബോട്ടുകൾ കരയ്ക്കുണ്ടാവും. അതിൻ്റെ ഇടയിൽ കൂടെ കുത്തിക്കയറ്റിയിട്ട് അവിടെ വരെ എത്തിക്കണം. കാരണം ഇത് നമ്മുടെ ബാലൻസ് മാറിക്കഴിഞ്ഞാൽ അപ്പം ബോട്ട് ഒരു സൈഡിലേക്ക് ചെരിയും. അപ്പം നമുക്ക് ഇരിക്കുന്ന സ്ഥലത്ത് നിന്ന് എണീക്കാനും പറ്റില്ല. എൻ്റെ മോനെ അതാണ് അവസ്ഥ. ബോട്ടിൽ നിന്ന് നമ്മൾ പുറത്തിറങ്ങുമ്പോൾ ഇത്തരത്തിലുള്ള കുറേ സംഭവങ്ങൾ, പിന്നെ ഒരു വഴിയുടെ 2 സൈഡിലും സെയിലിന് വെച്ചിട്ടുണ്ട്. പിന്നെ കുട്ടികളുടെ ചില പരിപാടികളും ഒക്കെ ഉണ്ട്. പിന്നെ ബോട്ടിലുണ്ടല്ലോ നമ്മൾ നല്ല രീതിയിൽ ബാർഗെയിൻ ചെയ്യണം കേട്ടോ, അല്ലെങ്കിൽ നടക്കില്ല. കാരണം നമ്മൾ ചെന്ന് ചോദിക്കുമ്പോൾ തന്നെ അവർ പറയുന്നത് 5000 6000 എന്നൊക്കെയാണ് പറയുക. അത് നമ്മൾ ബാർഗെയിൻ ചെയ്ത് അവസാനം 1500-ലാണ് നമ്മൾ ഈ ബോട്ട് ട്രിപ്പ് നടത്തിയത്. അപ്പോൾ അത്തരത്തിലൊരു കാര്യമുണ്ട്. ആരെങ്കിലും വരികയാണെങ്കിൽ ആദ്യം അവർ പറയുന്ന പൈസയ്ക്ക് ഒരിക്കലും എഗ്രി ചെയ്യരുത്. അതിൻ്റെ ഒരു 3-1 പറഞ്ഞാൽ സെറ്റാണ്. ഇപ്പോൾ 1500 തന്നെ കൂടുതലാണെന്ന് നമുക്കറിയില്ല. പിന്നെ ആ ബോട്ട് ഡ്രൈവർക്ക് ഒരു 100 rupees ടിപ്സും കൊടുത്തു. അതാണ് ബോട്ടിന് ചിലവ്. അപ്പോൾ നമുക്കിനി തിരിച്ച് നമ്മുടെ താമസ സ്ഥലത്തോട്ട് പോകാം. ഇതുപോലെ നമുക്ക് വേണമെങ്കിൽ ഒട്ടകത്തിൻ്റെ പുറത്തൊക്കെ സവാരി ചെയ്യാം കേട്ടോ. ഇതാണ് ഒട്ടക സവാരി. അപ്പോൾ നമ്മൾ പ്രയാഗ്രാജിൽ നിന്ന് തിരിച്ചെത്തി. വൈകുന്നേരം ഒരു 5 മണിയായപ്പോഴേക്കും ഗംഗ ആരത്തി കാണാൻ വേണ്ടിയിട്ട് ഒരു ബോട്ടൊക്കെ ഹയർ ചെയ്ത് ഇറങ്ങിയിരിക്കുകയാണ്. ഇപ്പോഴാണ് ശരിക്കും നമ്മൾ ഗംഗയെ കാണുന്നത് കേട്ടോ. അതൊരു വല്ലാത്തൊരു ഫീലിംഗ് ആയിരുന്നു. കാരണം ആ ഒരു ഗ്രാൻഡ് സ്കെയിൽ എന്ന് പറയുന്നത് ഒരു ഭയങ്കര ഗ്ലോറിയസ് ആയിട്ടുള്ളൊരു വ്യൂ ആയിരുന്നു.
ആ തണുപ്പത്ത് ഓളപ്പരപ്പിലൂടെ ഘാട്ട്സൊക്കെ കണ്ടുകൊണ്ട് ഇന്നലെ നമ്മൾ നടന്ന 2-2.5 കിലോമീറ്റർ ഇന്ന് വെള്ളത്തിലൂടെയാണ് നമ്മൾ കവർ ചെയ്യുന്നത്. അതൊരു വല്ലാത്തൊരു അനുഭവം തന്നെയായിരുന്നു. ചെറുതായിട്ട് ലൈറ്റൊക്കെ ഇട്ട് തുടങ്ങിട്ടോ. ഒന്നും കൂടി ഇരുട്ടായാലേ ലൈറ്റ് കാണാൻ പറ്റുള്ളൂ കേട്ടോ. ഈ ബോട്ടിൽ നോക്കി എത്ര ആൾക്കാരാണ് നോക്കിയത്. ഡബിൾ ഡക്കർ ബോട്ട് എല്ലാം ഉണ്ട് ഇവിടെ. ഇതേ കണ്ടോ, ഇപ്പൊ കണ്ടോ അവിടെ നമ്മൾ ഇന്നലെ കുറച്ച് വീഡിയോസ് എടുത്തില്ലേ ആ സംസ്കാര ചടങ്ങുകളുടെയൊക്കെ. ആ ഘാട്ടിന്റെ പേരാണ് മണികർണിക. അവിടെയാണ് നമ്മുടെ ഈ മൃതദേഹങ്ങളൊക്കെ സംസ്കരിക്കുന്നത് കേട്ടോ. ഗംഗാനദിയുടെ തീരത്ത് കണ്ടോ. അത് 24/7 എപ്പോഴും ഇതിങ്ങനെ നടന്നുകൊണ്ടേയിരിക്കും. കണ്ടോ മണികർണിക ഘാട്ട്. ആ ഘാട്ടിലാണ് ഈ സംസ്കാര ചടങ്ങുകളൊക്കെ നടക്കുന്നത്. അത് കഴിഞ്ഞിട്ട് എന്താ സിന്ധ്യ ഘാട്ട്. ഇതിപ്പോ വളരെ പഴയ കാലത്ത് അന്ന് പണ്ട് കാലത്തുള്ള അതേ ബിൽഡിങ്സ് തന്നെയാണ് കേട്ടോ. ചെറിയ ചെറിയ ഇന്നോവേഷൻസ് ഒക്കെ നടത്തിയിട്ടുണ്ടെന്നേ ഉള്ളൂ. നല്ല തണുപ്പാട്ടോ. നമുക്കിവിടെ ഇരിക്കാൻ പറ്റുന്നില്ല. ഞാൻ ജാക്കറ്റൊക്കെ ഇട്ടിട്ടുണ്ട്, പക്ഷെ നന്നായിട്ട് തണുക്കുന്നുണ്ട്. അടുത്ത ഘാട്ടാണ് സാണിക്കത ഘാട്ട്. കേട്ടോ ഈ ബിൽഡിങ്സിന്റെ ഒക്കെ ഒരു പഴക്കം നോക്കിക്കേ. പണ്ട് കാലത്തെ കൺസ്ട്രക്ഷനാണ്. ഇവിടെ ഉണ്ടല്ലോ നമ്മൾ ഈ ഘാട്ട് കണ്ട് അവസാനം വന്നപ്പോഴേ ഇവിടെ ഒരു ബ്രിഡ്ജ് ഉണ്ട് കേട്ടോ. ആ ബ്രിഡ്ജിന്റെ താഴേക്കൂടെ ട്രെയിൻ പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിന്റെ തൊട്ട് മുകളില് കാറും ലോറിയും നോർമൽ ട്രാഫിക്, അങ്ങനെ ഒരു ഡബിൾ ലൈൻ ബ്രിഡ്ജാണത്. നമ്മുടെ ഘാട്ട് കഴിഞ്ഞിട്ടില്ല കേട്ടോ. ഘാട്ട് കണ്ടിന്യൂ ചെയ്തോണ്ടിരിക്കുകയാണ്. കറക്റ്റ് സമയത്തിന് തന്നെ നമ്മൾ ട്രെയിനും വണ്ടികളും പോകുന്നത് കാണാൻ പറ്റി. ബ്രിഡ്ജിന്റെ അടിയിൽ കൂടെ നമ്മൾ എത്തിക്കഴിഞ്ഞാൽ ലാസ്റ്റ് ഒരു ഘാട്ടിലോട്ട് എത്തുകയാണ്. ആ ഘാട്ടാണ് നമോ ഘാട്ട്. അത് നമ്മുടെ പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദിയുടെ ഘാട്ടാണ്. അത് റീസെൻ്റ് ആയിട്ട് എന്തോ ഡെവലപ്പ് ചെയ്തിട്ടുള്ള ഒരു ഘാട്ടാണ്. അതാണ് നമോ ഘാട്ട്. ഈ കാണുന്നതാണത്. കണ്ടോ ഇവിടെ മൊത്തത്തിൽ 80-ൽ കൂടുതൽ ഘാട്ട്സ് ഉണ്ട്. അതിൽ മണികർണിക ഘാട്ട് കഴിഞ്ഞതിന് ശേഷം പിന്നെ കുറേ പ്രൈവറ്റ് ആയിട്ടുള്ള ഘാട്ട്സാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ കുറേ കൂടി വെൽ മെയിൻറ്റെയിൻഡ് ആണ്, അത്ര അഴുക്കും ബുദ്ധിമുട്ടുകളൊന്നുമില്ല. അതിലേറ്റവും അവസാനം വരുന്നതാണ് നമോ ഘാട്ട്. ഇത് ഈയിടയ്ക്കായിട്ട് പണിതാണ്. അവർ തമാശയിൽ പറഞ്ഞതാണ് ഈ ഒരൊറ്റ ഘാട്ടിൻ്റെ
ബഡ്ജറ്റ് എന്ന് പറയുന്നത് അവിടുത്തെ ബാക്കി എല്ലാ ഘാട്സിൻ്റെ ഒരുമിച്ചുള്ള ബഡ്ജറ്റാണെന്നൊക്കെയാണ് തമാശയ്ക്ക് പറയുന്നതാണ്. പക്ഷേ വെൽ മെയിൻറ്റൈൻഡ് ഒരു പാർക്ക് പോലെ, ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ പോലെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് ഈ ഘാട്ട്. സമയം 5:45 അപ്പോഴേക്കും പക്ഷേ ഭയങ്കരമായിട്ട് ഇരുട്ടി. നമ്മൾ നേരത്തെ കണ്ട മണികർണിക ഘാട്ടിൽ കണ്ടോ, ദൂരത്ത് നോക്കുമ്പോൾ നല്ല ഭംഗിയാണ് ഈ ചിതകളൊക്കെ കത്തുന്നത് കാണാനായിട്ട്. അങ്ങനെ പറഞ്ഞുകൂടാ, എന്നാലും ദൂരത്ത് നിന്ന് നോക്കുമ്പോൾ ഒരു വേറൊരു വൈബാണ് കേട്ടോ. അപ്പോൾ ഘാട്സിൻ്റെ മറ്റേ അറ്റത്തു നിന്ന് നമ്മൾ നേരെ ദശാശ്വമേധ് ഘാട്ടിലോട്ട് പോവുകയാണ്. അവിടെയാണ് മെയിനായിട്ടുള്ള ഗംഗാരതി നടക്കുന്നത്. അപ്പോൾ നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന എല്ലാ ബോട്ടുകളും നേരെ തിരിച്ച് വെച്ച് പിടിക്കുകയാണ് കേട്ടോ അങ്ങോട്ടേക്ക്. നമ്മളെ ആരത്തി കാണാനായിട്ട് ബോട്ടിലിരിക്കുവാണ് കേട്ടോ. ബോട്ട് ഏകദേശം ആ ഗംഗാരത്തി നടക്കുന്നതിൻ്റെ അടുത്ത് വരെ കൊണ്ടുവന്ന് നിർത്തിയിട്ടുണ്ട്. നമുക്ക് കരയിൽ നിന്നാലേ ബാക്ക് സൈഡിൽ നിന്നേ വ്യൂ ഉണ്ടാവുള്ളൂ. പിന്നെ അവിടെ നല്ല തിരക്കുമാണ്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് എത്ര കാണാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. പക്ഷെ നമുക്ക് ബോട്ടിലിരിക്കുമ്പോൾ അത്യാവശ്യം നന്നായിട്ട് കാണാം. ഇവിടെ ചുറ്റും ബോട്ടുകളാണ് കേട്ടോ. ഉണ്ടോ, ഇവിടെ നിറച്ച് ബോട്ടുള്ള ആൾക്കാരുടെ പ്രാർത്ഥനയാണ്. അവിടെ പരിപാടി തുടങ്ങിയിട്ടുണ്ട്. പക്ഷെ എനിക്കിത് ഷൂട്ട് ചെയ്യാൻ പറ്റില്ല, കാരണം അത്ര ക്ലിയർ ആവില്ല. ഇത് ഏത് ഘാട്ടിലാണ് വിക്രമം നടക്കുന്നത്? ഗംഗാരത്തി ആ പറഞ്ഞ ഘാട്ടിലാണ് നടക്കുന്നത്. ഓക്കെ, അപ്പോൾ ഞങ്ങള് അതെ, അപ്പോൾ ഞങ്ങളത് കാണട്ടെ കേട്ടോ. ചെറുതായിട്ട് പാട്ടൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ഗംഗാരത്തി കഴിഞ്ഞ് നമ്മൾ തിരിച്ചു പോകാട്ടോ. തിരിച്ച് നമുക്ക് തുളസി ഘാട്ടിൽ പോയി ഇറങ്ങണം. അവിടെ നിന്ന് വാക്കബിൾ ഡിസ്റ്റൻസേ ഉള്ളൂ നമ്മുടെ റൂമിലോട്ട്. അപ്പോൾ നമ്മൾ ബോട്ടിൽ ഗംഗാരത്തിനെ കണ്ട് തിരിച്ചു പോയിക്കൊണ്ടിരിക്കുക. എല്ലാവരും തിരിച്ചു പോയിക്കൊണ്ടിരിക്കുക. ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു. അതെ, അങ്ങപ്പോൾ നമ്മൾ എല്ലാം കണ്ടു കേട്ടോ. എല്ലാം കണ്ടു, ഫുള്ള് കണ്ടു. ഇതേ ബോട്ടിൽ നിന്ന് ഇറങ്ങി ഇനി നേരെ റൂമിൽ പോയി. ഇന്ന് രാത്രി ഇനി ഒരു പരിപാടിയില്ല കേട്ടോ. ഇവിടെ ഭയങ്കര തണുപ്പാണ്. ഭയങ്കര തണുപ്പെന്ന് വെച്ചാൽ നിൽക്കാൻ പറ്റുന്നില്ല. അപ്പോൾ നേരെ പോവുക, കുറച്ച് ഭക്ഷണം എന്തെങ്കിലും കഴിക്കുക, കിടന്നുറങ്ങുക. ഇനി നാളെ നമുക്ക് 2 സ്ഥലം വിസിറ്റ് ചെയ്യാനുണ്ട്. അതെന്താണെന്ന് നമുക്ക് അവിടെ ചെല്ലുമ്പോൾ പറയാം. അപ്പോൾ ഇന്നത്തെ കാര്യം കഴിഞ്ഞു. ഇനി നാളെ നോക്കാം.